വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കണ്ണട വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് വയനാട് സാക്ഷ്യം വഹിച്ചതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ട് ISRO. ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള രാജ്യത്തെ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ പട്ടികയിൽ 13ാം സ്ഥാനത്താണ് വയനാട്. കേരളത്തിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ 5ാമതാണ് വയനാടിന്റെ സ്ഥാനം. പ്രദേശങ്ങളിലെ പ്രധാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ISRO പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. 17 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 147 ജില്ലകൾ ഉൾപ്പെടുത്തിയാണ് ദേശീയ തലത്തിൽ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശം തൃശൂരാണ്. ISRO തയ്യാറാക്കിയ പട്ടികയിൽ തൃശൂർ 3ാം സ്ഥാനത്താണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് 5ഉം 7ഉം 10ഉം സ്ഥാനത്തുണ്ട്. പട്ടികയിൽ 13ാം സ്ഥാനത്താണ് വയനാട്. ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗാണ് 1ാം സ്ഥാനം. ISRO സ്ഥാപനമായ നാഷണൽ റിമോട്ട് സെൻസിറ്റീവ് സെന്റർ 2023 ഫെബ്രുവരിയിലാണ് ഈ വിവരങ്ങളടങ്ങുന്ന പട്ടിക തയ്യാറാക്കിയത്. 1998 മുതൽ 2022 വരെയുള്ള കാലയളവിൽ വിവിധ സമയങ്ങളിലായി നടന്ന ഉരുൾപൊട്ടലുകൾ ISROയുടെ പഠനം പരിശോധിക്കുന്നുണ്ട്. 2021 വയനാട്ടിലെ കുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ പ്രധാന ഉരുൾപൊട്ടലുകളെയാണ് പഠനം പരിശോധിക്കുന്നത്. ISRO ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ വയനാടിന് ശേഷമുള്ളത് എറണാകുളം ജില്ലയാണ്. 15ാം സ്ഥാനത്താണ് എറണാകുളം. ഇടുക്കി 18ാം സ്ഥാനത്തും കോട്ടയം 24ാം സ്ഥാനത്തുമാണ്. കണ്ണൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട, കാസർഗോഡ്, കൊല്ലം, ആലപ്പുഴ എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജില്ലകൾ. ഹിമാലയൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിയൽ കുറവാണെങ്കിലും ഉയർന്ന ജനസാന്ദ്രതയും കാരണം പശ്ചിമഘട്ടത്തിലെ നിവാസികളും കുടുംബങ്ങളും നേരിടുന്ന അപകട സാധ്യത കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നു. കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം പരിശോധിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സമീപകാല റിപ്പോർട്ടുകളിലെ വയനാട് ജില്ലയിലെ വനഭൂമി നശിക്കപ്പെട്ടതിന്റെ വ്യാപ്തി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 6 വർഷം മുമ്പ് തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലെ കുറാഞ്ചേരി എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടി 18 പേരുടെ ജീവൻ അപഹരിച്ചിരുന്നു. ISROയുടെ കണ്ടെത്തൽ പ്രകാരം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 3ാമത്തെ ജില്ലയാണ് തൃശൂർ. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.